ഹാപ്പിനെസ്, ചിയർഫുൾനെസ്, കളർ വൈബ്. ഒറ്റ വാക്കിന് പറഞ്ഞാൽ ഒരു അടിച്ചാമ്പൊളി ജീവിതം ഉണ്ടാകും. ഇതാണ് ആധുനികതയുടെ എല്ലാ ഫ്രെയിമുകളും മുന്നോട്ട് വെക്കുന്ന ജീവിത വീക്ഷണം. ഇതിനെതിരെ എന്തെങ്കിലും സംസാരിക്കാൻ നമ്മൾ ഗോത്രകാല ജീവികളാകുന്നു. വാസ്തവത്തിൽ ഈ ആധുനികത ജീവിത വീക്ഷണത്തിന്റെ മറുപുറം ആത്മീക ജീവിത വീക്ഷണമാണ്. അതെന്ത്? ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഇത് നൈമിഷികമായ ഒരു വികാരമാണ്. സന്തോഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആനന്ദം, ആമോദം, ത്രില്ല്, വൈബ്, രസം, ആമോദം എന്ത് പേരിട്ടാലും അതൊക്കെ ആവേശത്തിൽ തുടങ്ങി അവശതയിൽ തീരുന്ന, തിടുക്കത്തിൽ തുടങ്ങി മടുപ്പിൽ അവസാനിക്കുന്ന, സുഖത്തിൽ തുടങ്ങി അസുഖത്തിൽ അവസാനിക്കുന്ന താൽക്കാലികമായ രസങ്ങളാണ്. പക്ഷേ ആത്മീയത മുന്നോട്ട് വെക്കുന്നത് ഹാപ്പിനെസ് അല്ല, താൽക്കാലിക രസമല്ല, മറ്റു രണ്ട് കൺസെപ്റ്റുകളാണ്. ഏതാണ് ആ മറ്റു രണ്ട് സങ്കല്പങ്ങൾ? സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ട്രാങ്കുലിറ്റി. ഇതാണ് സ്പിരിച്വാലിറ്റി. മോഡേണിറ്റി മുന്നോട്ട് വെക്കുന്നത് ഹാപ്പിനെസ് ആണെങ്കിൽ, ആധുനികത മുന്നോട്ട് വെക്കുന്നത് നൈമിഷികാസ്വാദനവാദമാണെങ്കിൽ, ഇസ്ലാമിന്റെ ആത്മീയത മുന്നോട്ട് വെക്കുന്നത് നൈമിഷികാസ്വാദനമല്ല, സാറ്റിസ്ഫാക്ഷനാണ്. സംതൃപ്തി എന്ന് പറയുന്ന ഉദാത്തമായ ഒരു വികാരമാണ്. ട്രാങ്കുലിറ്റി എന്ന് പറയുന്ന ഉദാത്തമായ പ്രശാന്തി എന്ന് പറയുന്ന, തുമഅനീനത്ത് എന്ന് പറയുന്ന ഒരു വികാരമാണ്. എന്താ വ്യത്യാസം? മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രിയപ്പെട്ടത് കൊടുക്കുമ്പോൾ കിട്ടുന്ന സാധനമാണ് സാറ്റിസ്ഫാക്ഷൻ. അതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നത് വരെ നിങ്ങൾക്ക് ഗുണം കിട്ടാൻ പോകുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള മൂലധനം, അമൂല്യമായ മൂലധനം, ടൈം ഈസ് ലൈഫ്, സമയമാണ്. അപ്പൊ ആത്മീയത മുന്നോട്ട് വെക്കുന്നത് നീ നിന്റെ സമയം മറ്റുള്ളവർക്ക് വേണ്ടി നീക്കി വെക്ക്. ഒരു നാട്ടിൽ പ്രളയമുണ്ടായാൽ, ഭൂകമ്പമുണ്ടായാൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് നീ ചെല്ല്. വർഗീയ കലാപങ്ങൾ ഉണ്ടായാൽ റെസ്ക്യൂ ഓപ്പറേഷൻസുമായി നീ മുമ്പിൽ പോയി മാതൃക കാണിക്കൂ. വയ്യാതായി ആരെങ്കിലും റോഡിൽ കിടക്കുന്നുണ്ടെങ്കിൽ, നടക്കുന്നുവെങ്കിൽ ലിഫ്റ്റ് കൊടുത്ത് ആശുപത്രിയിൽ എത്തിക്ക്. നീ നിന്റെ തിരക്കുകൾ മാറ്റിവെക്ക്. ഇതാണ് മതം, ഇതാണ് ഇസ്ലാം. കേരളത്തിൽ ഈ ആധുനികത സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഏതെങ്കിലും ഈ പറയുന്ന സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനങ്ങളോ, എക്സ് ഇസ്ലാം പ്രസ്ഥാനങ്ങളോ, യുക്തിവാദ നാസ്തിക ലിബറൽ പ്രസ്ഥാനങ്ങളോ ഒരു തക്കാളിപ്പെട്ടിയെങ്കിലും ഡൊണേഷൻ കൊടുത്ത ചരിത്രമോ ബാനറോ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? പ്രളയങ്ങൾ എത്രയുണ്ടായി? ഭൂകമ്പങ്ങൾ എത്രയുണ്ടായി? വിഷയങ്ങളും ദുരിതങ്ങളും ആദികളും പ്രശ്നങ്ങളും ഒക്കെ എത്രയുണ്ടായി? ദുരിതാശ്വാസ ക്യാമ്പിൽ വലതുപക്ഷ നാസ്തികരോ ഇടതുപക്ഷ നാസ്തികരോ എസ്എൻസോ എക്സ് ഇസ്ലാമിസ്റ്റുകളോ ആരും അറ്റ് മിനിമം ലെവൽ ഒരു തക്കാളിപ്പെട്ടി പോലും കൊടുത്തിട്ടില്ല. ഒരു മെഡിക്കൽ കോളേജിലും ഒരു സർക്കാർ ആശുപത്രിയിലും ഏതെങ്കിലും ഒരു നേരം ഒരു പാട്ട കഞ്ഞി വെള്ളം വെറുതെ കൊടുക്കുന്ന ഒരു സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടായിട്ട് വേണം. നിലവിലില്ല. മതപ്രസ്ഥാനങ്ങളാണ് മുൻപന്തിയിൽ, മുസ്ലിം പ്രസ്ഥാനങ്ങളാണ്. പക്ഷെ അവർക്ക് ആ ബോധം എവിടെ നിന്ന് കിട്ടി? അപ്പൊ അവര് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഞങ്ങൾ സർക്കാരിന്റെ ഫണ്ടിലാണ് കൊടുക്കുക. എക്സ് ഇസ്ലാമിസ്റ്റുകളൊക്കെ കൂടുതൽ പറയുന്നൊരു ന്യായീകരണമാണ്. സർക്കാരിന്റെ ഫണ്ടിൽ ഇവർ കേരളത്തിൽ ആകെ എത്രയുള്ളത്? 100 ആൾ എടുത്താൽ അതിൽ ഒരാളില്ല. 1000-ന് അര ഉണ്ടോ എന്നുള്ളത് ഇനിയും ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കണം. ഉണ്ടാവില്ല. 10,000-ൽ അര ഉണ്ടാകും. ഗവൺമെന്റ് ഫണ്ടിന് കൊടുക്കുന്നത് പള്ളിയിൽ നിന്ന് പിരിവെടുക്കുന്നവർ തന്നെയാണ്. മതവിശ്വാസത്തെ തള്ളാനെന്ന മാർഗം സാധ്യമല്ല ഇവിടെ. കേരളത്തിലെ ജുമഅ മസ്ജിദുകളിൽ മാത്രം നടക്കുന്ന, മുസ്ലിം പള്ളികളിൽ മാത്രം കാണുന്ന അത്ഭുതകരമായ ഒരു ദൃശ്യമുണ്ട്. വെള്ളിയാഴ്ച ജുമഅയ്ക്ക് ശേഷം പള്ളിയിലെ ഖതീബ് ഈ പരിപാടി ശ്രദ്ധിക്കുകയോ വീക്ഷിക്കുകയോ വിലയിരുത്തുകയോ ചെയ്യുന്ന ബഹുമത ഇതര പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കളോ ബഹുവന്നരായ ക്രമസമാധാന പാലകരോ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ശ്രദ്ധയിലേക്ക് വിനയാന്വിതമായി നമുക്ക് പുലർത്താം. എല്ലാ വെള്ളിയാഴ്ചകളിലും
ജുമഅക്ക് ശേഷം ഖതീബ് സലാം വീട്ടിയതിനു ശേഷം അല്ലെങ്കിൽ പ്രധാന പ്രാർത്ഥനകൾ ഉരുവിട്ടതിനു ശേഷം ഖതീബ് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ഇന്നത്തെ കളക്ഷൻ, ഇന്നത്തെ പിരിവ് ഒരു അമുസ്ലിം സഹോദരന് വേണ്ടിയാണ്, അല്ലെങ്കിൽ സഹോദരിക്ക് വേണ്ടിയാണ്. എന്നാൽ ഇന്ന് രോഗമാണ് പ്രശ്നം, വീടില്ലാത്തതാണ് പ്രശ്നം. അതുകൊണ്ട് എഴുന്നേറ്റ് പോകുന്ന എല്ലാവരും അകമഴിഞ്ഞുകൊണ്ട് സംഭാവനകൾ ചെയ്യണം. കമ്മിറ്റിയിൽപ്പെട്ട ആരെങ്കിലും ഉണ്ട് കളക്ട് ചെയ്യാൻ അവിടെ എന്ന് ഖതീബുമാർ പറയുന്നതല്ല അത്ഭുതം. ഖതീബുമാർ പറയുമ്പോ ഏതെങ്കിലും ഒരു വിശ്വാസി അതെന്തിനാണ് എന്ന് ആലോചിച്ചുകൊണ്ട് നെറ്റി ചുളിക്കുകയോ മുഖം വികൃതമാക്കുകയോ ചെയ്യാതെ ഇത് തന്നെയല്ലേ നമ്മുടെ ജോലി എന്ന് മനസ്സിലാക്കിയാണ് അതിന്റെ കൂടെ നിൽക്കുന്നത്. ആ സംസ്കാരം ഇവിടെ ഉണ്ടാക്കിയത് തലേക്കെട്ടുകാരുണ്ടാക്കിയ സംസ്കാരമാണ്, സൂഫികൾ ഉണ്ടാക്കിയ സംസ്കാരമാണ്. അത് എക്സ് ഇസ്ലാമിസ്റ്റുകൾക്ക് മനസ്സിലാവില്ല, അവർക്കൊന്നും മനസ്സിലാവാത്തതുപോലെ.